നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. 25.2.2 പുതിയ വേർഷൻ നമ്പർ. നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷനുകളൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ അപ്ഡേഷനിൽ എന്തൊക്കെയാണ് മാറ്റം എന്നുള്ളത് ആദ്യം തന്നെ കൃത്യമായി അറിയുക. ചെറിയൊരു മാറ്റം മാത്രമാണ് ഈ പുതിയ വേർഷനിലേക്ക് വന്നിട്ടുള്ളത്, എന്നാൽ അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 25.2ൻ്റെ വരവോടുകൂടെ വലിയൊരു മാറ്റമാണ് പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും 6 മാസം വരെയുള്ള കുട്ടികളെയും രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ ഇല്ലെങ്കിലും അവർക്ക് ആധാറിന് പകരം മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് ബാങ്ക് പാസ്ബുക്ക് കോപ്പി, വോട്ടേഴ്സ് ID തുടങ്ങിയിട്ടുള്ള ഈ കാണുന്ന IDകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ പോർഷൻ ട്രാക്കറിൽ ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് വലിയൊരു മാറ്റമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഇത്തരത്തിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ മറ്റ് ID ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഐ ബട്ടണിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് നമ്മൾ വീണ്ടും കൊടുക്കാം. ഇത്തരത്തിൽ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഗുണഭോക്താക്കളുടെ ആധാർ ഇല്ലെങ്കിലും മറ്റ് ID ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു മാറ്റമാണ് പോർഷൻ ട്രാക്കറിലേക്ക് 25.2 എന്ന വേർഷനിലെ വരവോടുകൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പുതിയൊരു അപ്ഡേഷൻ വീണ്ടും ആവർത്തിച്ച് വന്നു. അതിൽ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ മാറ്റം വന്നത് 25.2.1 ആയിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ടീച്ചർമാരുടെ ക്യാഷ് ഫോണിലേക്ക് OTP വരും. അത് സ്വീകരിച്ചാൽ മാത്രമാണ് ഈ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ സക്സസ് ആവുള്ളൂ എന്നുള്ള ഒരു മാറ്റമാണ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ 25.2.2 എന്ന പുതിയ വേർഷൻ നമുക്ക് ഇന്നലെ വന്നിട്ടുള്ളതാണ്. ഈ വേർഷനിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നതൊന്നുമില്ല. ഇതിൽ ചെറിയൊരു മാറ്റമാണ്. അതായത് നമ്മൾ പോർഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി നേരത്തെ പറഞ്ഞ പ്രകാരം ഗുണഭോക്താക്കളുടെ ആധാറിന് പകരം മറ്റ് ID പ്രൂഫ് ഉപയോഗപ്പെടുത്തുന്നതിന് ഇത്തരത്തിൽ രജിസ്റ്റർ ന്യൂ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് ഏത് ഗുണഭോക്താക്കളെയാണോ കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ പ്രഗ്നൻറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയം ആധാർ വിവരങ്ങളാണ് ആദ്യം ചോദിക്കുന്നത്. ആധാർ രേഖ ഇല്ലാത്തവരെ നമുക്ക് പുതിയ അപ്ഡേഷൻ പ്രകാരം ഈ തൊട്ട് താഴെ കാണുന്ന ഈ ലിങ്ക് കൃത്യമായി ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ഈ മാറ്റമാണ് വന്നിട്ടുള്ളത്. ഈ ലിങ്കിൽ ആപ്ലിക്കൻ്റ് ഡസ് നോട്ട് ഹാവ് ആധാർ നമ്പർ എന്ന് കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ കഴിയുക. ഈ ഭാഗത്ത് ആധാറിന് പകരം ഏത് ID പ്രൂഫാണ് അവരുടെ കയ്യിലുള്ളത് അത് പ്രകാരം ഇവിടെ രേഖപ്പെടുത്താൻ കഴിയും. എന്നാൽ പുതിയ അപ്ഡേഷനോട് കൂടി ടീച്ചേഴ്സിന് ഇത്തരത്തിൽ ബെനിഫിഷ്യറിയെ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഭാഗത്തൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ലിങ്ക്, അതായത് അപ്ലിക്കൻ്റ് ഡസ് നോട്ട് ഹാവ് ആധാർ നമ്പർ, അതായത് ആധാർ നമ്പർ പകരം മറ്റ് ID പ്രൂഫ് കയ്യിലുണ്ടെങ്കിലും ഈ ലിങ്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയില്ല എന്നുള്ള ചെറിയ മാറ്റമേ ഉള്ളൂ. അതായത് ഈ ആധാർ ആൻഡ് മൊബൈൽ നമ്പർ മാത്രമേ ഈ ഭാഗത്ത് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. പകരം ടീച്ചേഴ്സ് ഇത്തരത്തിൽ ആധാർ ഇല്ലാതെ മറ്റ് ID പ്രൂഫുമായി വരുന്ന ഗുണഭോക്താക്കളെ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടത് മോർ എന്നുള്ള ഓപ്ഷൻ ടീച്ചർ പോകണം. മോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ ഈ ഓപ്ഷൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത്തരത്തിൽ നോൺ ആധാർ ബെനിഫിഷ്യറി എന്ന് കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പുതിയ രജിസ്ട്രേഷനുകളൊക്കെ ഇത്തരത്തിൽ മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ടീച്ചേഴ്സ് മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആവട്ടെ, പുതിയ വേർഷൻ നമ്പർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളതെല്ലാം മാറി പുതിയ വേർഷനിലേക്ക് മാറി വന്നാലേ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പോർഷൻ ട്രാക്കറിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. താങ്ക് യു.